ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ സ്റ്റോറീസ് ഓഫ് അനൂപി. അപ്പോൾ നമ്മൾ ഇന്ന് ഗേൾസിൻ്റെ വാർഡ്രോബിൽ മസ്റ്റ് ആവായിട്ട് വേണ്ട കുറച്ച് ജീൻസും കുറച്ച് ടോപ്സും ആണ് കേട്ടോ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. 4 ജീൻ വരുന്നുണ്ട് കേട്ടോ. 4ഉം നമുക്ക് മസ്റ്റ് ആവായിട്ട് നമ്മുടെ വാർഡ്രോബിൽ വേണ്ടത് തന്നെയാണ് കേട്ടോ. നമുക്ക് ഈ 4 എണ്ണം കൊണ്ട് തന്നെ ഒരുപാട് ലുക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് വന്നിട്ട് ഒരു സ്ക്രാച്ചഡ് ജീൻ ആണ് കേട്ടോ. നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ക്വാളിറ്റി പറയുകയാണെങ്കിൽ സ്റ്റിച്ചിങ് ആണെങ്കിലും ബട്ടണിങ് ആണെങ്കിലും സ്ക്രാച്ചിങ് ആണെങ്കിലും ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഇത് മോം ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ ഷെയ്ഡ്സിലും അവൈലബിൾ ആണ്. കളർ ചേഞ്ച് നോക്കിയിട്ട് കണ്ടില്ല. ബ്ലാക്ക് ആയിരുന്നു എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത്. 600 സംതിങ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. ആൻഡ് സെക്കൻഡ് വൺ വന്നിട്ടൊരു ബ്ലാക്ക് കളർ വൈറ്റ് ലെഗ് ആണ്. ഷോർട്ട് കുർത്തീസിൻ്റെ ഒക്കെ കൂടെ നമുക്ക് അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ആൻഡ് ഗൈസ് നമുക്ക് കംഫോർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. ആ ഒരു സെയിം പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ജീനും വരുന്നത്. ഇതൊരു 3-4 വാഷ് കഴിഞ്ഞതാണ്. കുഴപ്പമൊന്നുമില്ല, ഇതുവരെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ആൻഡ് പോക്കറ്റ്സ്, സ്റ്റിച്ചിങ്, ബട്ടണിങ് ഒക്കെ നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ണും പൂട്ടി മേടിക്കാം. അത് മേടിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമാവില്ല. ഇതാണ് കേട്ടോ അതിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആൻഡ് തേർഡ് വൺ വന്നിട്ട് ഇത് ഞാൻ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒന്നാണ്. സീരിയസ്ലി പറഞ്ഞാൽ ഞാൻ ഒരു 4-5 മാസം മുന്നേ ഞാൻ മേടിച്ചതാണ് കേട്ടോ ഈ ഒരു ജീന്. ഒരുപാട് വാഷ് ചെയ്തു. ചിലതൊക്കെ ഇങ്ങനത്തെ മേടിക്കുമ്പോൾ ഇങ്ങനെ നാരുകളൊക്കെ പൊങ്ങി വരാറുണ്ട്. ബട്ട് സ്റ്റിൽ ഇതിന് കുഴപ്പമൊന്നുമില്ല. നൈറ്റൊക്കെ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴും അതുപോലെ തന്നെ പെട്ടെന്നൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ പോകുമ്പോഴും ഞാൻ ഫസ്റ്റ് എടുത്തിടുന്ന ജീനാണ് കേട്ടോ. നല്ല കംഫോർട്ടബിൾ ആണ്. ജസ്റ്റ് 200 എന്തോ റേറ്റ് വരുന്നുള്ളൂ. ആൻഡ് ഫോർത്ത് വൺ ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ലൈറ്റ് ബ്ലൂ കളർ മോംഫിറ്റ് ജീനാണ് കേട്ടോ. ഇതും വന്നിട്ട് ആ ഒരു സെയിം പ്രൈസ് റേഞ്ച്, അതായത് 600 പ്രൈസ് റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഇതാണ് ഇതിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത്. നല്ല ഭംഗി ഉണ്ടായിരുന്നു. എനിക്ക് ആ ഒരു കളർ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റും. ഇനി ടോപ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആൻഡ് ഗൈസ് നല്ല അടിപൊളി ഒരു പാറ്റേണിലാണ്. കൊറിയൻ ഇൻസ്പയർഡ് മോഡലാണ് കേട്ടോ ഇത്. 215 കേട്ടോ MRP വരുന്നത്. നമുക്കൊരു 190 ഒക്കെ ഇത് കിട്ടും GPay ചെയ്യുകയാണെങ്കിൽ. ബട്ട് ഗൈസ് ആകെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൽ ഫോട്ടോയിൽ നല്ല വൈഡർ ആയിട്ടുള്ള നെക്കായിരുന്നു. പക്ഷേ ഇത് മേടിച്ചപ്പോൾ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഒരു നെക്കാണ് കേട്ടോ കാണാൻ പറ്റിയത്. ആൻഡ് ഇട്ടപ്പം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ആ ഒരു ഫോട്ടോയിൽ കാണിച്ച പോലെ എക്സാക്റ്റ് ആയിരുന്നില്ല കേട്ടോ. ആൻഡ് സെക്കൻഡ് വൺ വന്നിട്ട് നല്ലൊരു ക്യൂട്ട് ബ്യൂട്ടിഫുൾ പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. പിങ്ക് കളർ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. എൻ്റെ ഫേവറേറ്റ് ആണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് അതുകൊണ്ട് തന്നെ കംഫോർട്ടബിൾ ആയിട്ട് ഇത് വെയർ ചെയ്യാൻ പറ്റും. എക്സസ് ടു ലാർജ് വരെ ഇതിൻ്റെ സൈസ് അവൈലബിൾ ഉള്ളൂ കേട്ടോ. ആൻഡ് നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് എനിക്ക് അതിനേക്കാളൊക്കെ കൂടുതൽ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ജീൻ്റെ സ്കേർട്ടിൻ്റെ ഒക്കെ കൂടെ പെയർ ചെയ്യാനായിട്ട് അടിപൊളിയായിരിക്കും. നല്ലൊരു ഫുൾ സ്ലീവിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ മീഷോന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുവറായിട്ടും ഓൺലൈൻ പേയ്മെന്റ് ചെയ്ത് മേടിക്കുക കേട്ടോ. നല്ല റേറ്റ് കുറവിന് നമുക്ക് കിട്ടുവേ. ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ട് ഒരു ബേജ് കളർ, വീണ്ടും ഒരു കൊറിയൻ മോഡലിൽ വരുന്ന ഒരു ടോപ്പാണ്. ഇത് പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ കുറേ നാൾ നോക്കി വെച്ചിട്ടുള്ള ഒന്നായിരുന്നു കേട്ടോ. ഇതിന്റെ നെക്ക് എൻഡിലും സ്ലീവ് എൻഡിലും അതുപോലെ തന്നെ ടോപ്പിന്റെ എൻഡിലും നല്ലൊരു ചെറിയൊരു ക്രിങ്കിൾനെസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. മെറ്റീരിയലിന്റെ കാര്യം പറയുകയാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റി ടാബിൽ ഇത് പോസ്റ്റ് ചെയ്തേക്കാം കേട്ടോ. ഇതിൻ്റെയൊക്കെ കളർ ചേഞ്ച്, സൈസസ് അതുപോലെ തന്നെ പ്രൈസും കാര്യങ്ങളും ഒക്കെ എന്തായാലും അത് ചെക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് വാങ്ങണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാം കേട്ടോ. ഇതിന്റെ പോരായ്മകൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ബ്രൗൺ ടീഷർട്ടിൽ മാത്രമാണ് ആകെ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. ബൈ.